ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ സ്വർണം നഷ്ടമായ സംഭവത്തിൽ മുൻ ബാങ്ക് മാനേജറെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തു. തെലങ്കാനയിൽ നിന്നാണ് മധ ജയകുമാറിനെ കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പി വി ജോഷ്ല വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷ്ല, തെലങ്കാനയിൽ നിന്നാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് വിവരങ്ങൾ എങ്ങനെ? കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്നാണ് 17,20,00,000 രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടതായി വടകര ബ്രാഞ്ചിൽ നിന്നാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ബ്രാഞ്ചിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെട്ടതായുള്ള പരാതി ഉയർന്നത്. പുതിയ ബാങ്ക് മാനേജറാണ് ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി നൽകിയിരുന്നത്. എന്നാൽ പഴയ ബാങ്ക് മാനേജറായ മധ ജയകുമാർ നേരത്തെ തന്നെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. താനല്ല സ്വർണം നഷ്ടപ്പെടാൻ കാരണമെന്നും പുതിയ ബാങ്ക് മാനേജറാണ് സ്വർണം നഷ്ടപ്പെടാൻ കാരണക്കാരനെന്നും ഉള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ അന്വേഷണ സംഘം മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ്. മധ ജയകുമാറിനായുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് തെലങ്കാനയിൽ വെച്ച് അദ്ദേഹത്തെ പിടികൂടാനായത്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ. നേരത്തെ തന്നെ മറ്റ് സംസ്ഥാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തിനായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. തമിഴ്നാട് പാത്തി സ്ട്രീറ്റ് സ്വദേശിയാണ് മധ ജയകുമാർ. ഇദ്ദേഹമാണ് നേരത്തെ വടകര ബാങ്ക് മാനേജറായിരിക്കെ ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാണ് പ്രാഥമികമായി അറിയുന്ന കാര്യം. ശരി, പി വി ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്.